നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വളരെ യുണീക്ക് ആൻഡ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം, നിങ്ങൾക്കൊക്കെ നല്ല ചിരപരിചിതമായ നാരങ്ങ തന്നെയാണ്. എങ്കിൽ കൂടിയും ഈ നാരങ്ങയുടെ തൊലിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നാരങ്ങയുടെ തൊലിയിലാണ് വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏത്തക്കയുടെ തൊലിയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെയാണ്. ഞാനിങ്ങനെ ഇതുമായിട്ട് കൂടുതൽ പഠിച്ചു വരുന്ന സമയത്ത് നാരങ്ങ നീരിനേക്കാൾ കൂടുതൽ ഗുണം നാരങ്ങയുടെ തൊലിയിലാണ്. പ്രത്യേകിച്ചും കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ശേഷിയുണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന, ഈ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന 2-3 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനമാണ് പെക്റ്റിൻ. പെക്റ്റിൻ എന്ന് പറയുന്നത് നമുക്ക് അതൊരുതരം ഫൈബറാണ്, നാരുകളാണ്. അപ്പോൾ അത് വയറിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വിശപ്പ് വരുത്തില്ല. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ചില പോളിഫിനോൾസ് ഉണ്ട്. പോളിഫിനോൾസ് ലിവറിൽ ചില എൻസൈംസിനെ ഉൽപ്പാദിപ്പിക്കുകയും ഈ എൻസൈംസ് കൊഴുപ്പിനെ, നമ്മുടെ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിനെ തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പം മലത്തിൽ കൂടെ പോകും. നമ്മൾ കഴിക്കുന്നതിൽ കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അത് നമ്മുടെ ശരീരത്തിലേക്ക് അക്യുമുലേറ്റ് ചെയ്യത്തില്ല. അതായത് അടിഞ്ഞുകൂടാതെ മലത്തിൽ കൂടെ പോകാൻ സഹായിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ്, പോളിഫിനോൾസ് നാരങ്ങയുടെ തൊലിയിലാണുള്ളത്, നാരങ്ങാ നീരിലല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ നാരങ്ങയുടെ തൊലിയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവ നമ്മളുടെ ഈ ഫാറ്റ് ബേണിംഗ് റെസിപ്പിയിൽ. ഇതൊരു ജ്യൂസാണ്. ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് രാവിലെ ആഹാരത്തിന് മുമ്പ് വെറും വയറ്റിൽ കുടിക്കാം, രാത്രി ആഹാരത്തിന് മുമ്പ് കഴിക്കാം, 2 നേരം കഴിക്കാം. 2 ഗ്ലാസ് വീതം ദിവസവും കഴിക്കുക. അങ്ങനെ ഒരു മാസം കൃത്യമായിട്ട് നോക്കൂ, നല്ല വ്യത്യാസമുണ്ട്. അതോടൊപ്പം നിങ്ങൾ LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയും വേണം. അതിന് യാതൊരു മാറ്റവും ഇല്ല. അതും വേണം, എങ്കിൽ മാത്രമേ ഇത് ശരിയാവൂ. അതായത് അന്നജം നന്നായിട്ട് കുറയ്ക്കുകയും കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫാറ്റും അതോടൊപ്പം ഇങ്ങനെയുള്ള സാലഡ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായി ചേർത്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അതിനകത്ത് അന്നജത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചേരുവ ഈ 2 നാരങ്ങയുടെ തൊലി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നീരുമുണ്ട്. നാരങ്ങ നീര് അവസാനമാണ് ചേർക്കുന്നത്. നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ്. 2 നാരങ്ങയുടെ തൊലി. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഒരു 2 കഷ്ണം കറുവപ്പട്ട. നല്ല കറുവപ്പട്ട എടുക്കണം. ഇങ്ങനെ ചുരുളുകളുള്ള കറുവപ്പട്ടയാണ് നല്ലത്. അത് നോക്കിയെടുക്കണം. അടുത്തത് കുരുമുളക് ഒരു 8-10 എണ്ണം ഇങ്ങനെ നമുക്ക് കയ്യിലെടുത്ത് ചേർത്താൽ മതിയാവും. ഇത്രയും പ്രധാനപ്പെട്ട ചേരുവ. പിന്നെ മല്ലിയിലയുണ്ട്. 1/2 ലിറ്റർ വെള്ളത്തിൽ 2 നാരങ്ങയുടെ തൊലി അരിഞ്ഞ് ഇടുക. അതോടൊപ്പം ഒരു 8-10 കുരുമുളക് ഇടുക. അതോടൊപ്പം 2 കഷ്ണം കറുവപ്പട്ട ചേർക്കുക. ഇത്രയും കൂടെ നമുക്ക് തിളപ്പിക്കണം. ആദ്യം 500 ml വെള്ളം. അതിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു 2 നാരങ്ങയുടെ തൊലി, കുരുമുളക്, കറുവപ്പട്ട. ഇത്രയും കൂടെ ഒന്ന് തിളപ്പിക്കുക. ഒരു 10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു ചേരും. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം. ഒരു 5 മിനിറ്റ് ആകുമ്പം ഈ കരിഞ്ജീരകം കൂടെ അതിനോടൊപ്പം ചേർക്കാം. ഒരു 2 ടീസ്പൂൺ. ഓക്കെ. നമ്മുടെ കുക്കിംഗ് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഇനി മല്ലിയിലയാണ് ചേർക്കാൻ പോകുന്നത്. മല്ലിയില ചേർത്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഇത് അടച്ചു വയ്ക്കുക. നമ്മളിപ്പോൾ അരിച്ചെടുത്തു. ഇനി
ഇനി നാരങ്ങ നീര് ചേർക്കാം. നാരങ്ങ നീര് ചേർത്തു. ഇളക്കിയതിന് ശേഷം വെർജിൻ കോക്കനട്ട് ഓയിൽ അവസാനമായിട്ട് ഒരു 1/2 ലിറ്ററാണിത്. ശരിക്കും നിങ്ങൾക്ക് ഒരു 2-3 ദിവസത്തേക്ക് എടുക്കാം. ആവറേജ് ഒരു 100 ml രാവിലെ, 100 ml വൈകിട്ടായിട്ട് കുടിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ്സിലേക്ക് പകരാം. അപ്പോൾ നമ്മുടെ പാചകം കഴിഞ്ഞു. ടേസ്റ്റിംഗ് ടൈമാണ്. ഇത് ഇച്ചിരി കട്ടിയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്യാൻ വലിയ രുചിയൊന്നും ഇല്ലാത്തതാണെന്നുള്ളത് ഞാൻ സത്യം പറയാം. നല്ല കയ്പ്പൊക്കെ ഉണ്ട്. അറിയാമല്ലോ, നാരങ്ങാത്തൊലിക്ക് നല്ല കയ്പ്പാണ്. അതതിൻ്റെ ഗുണമാണെന്ന് നിങ്ങൾ ആലോചിക്കുക. കടിച്ചു പിടിച്ച് ഇത് കുടിച്ചാൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. പിന്നെ LK ഡയറ്റ് പ്ലാൻ കൂടെ ഫോളോ ചെയ്യുക, ഏറ്റവും പ്രധാനമായിട്ട്. അപ്പോൾ ഇതിനകത്ത് അടങ്ങിയ ചേരുവകളെല്ലാം പരസ്പര പൂരകങ്ങളാണ്. ഒന്ന്, കറുവപ്പട്ട നിങ്ങൾക്കറിയാം, വളരെയധികം ഫാറ്റ് ബേണിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. അതായത് കൊഴുപ്പിനെ അലിയിച്ച് കളയാൻ ഏറെ സഹായിക്കുന്നതും കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും അതുപോലെ അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെയുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ കലവറയാണ് ഈ കറുവപ്പട്ട. രണ്ടാമത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പെപ്പർകോൺ, അതായത് കുരുമുളകും അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള പല എൻസൈമാറ്റിക് റിയാക്ഷൻസിനെയും ഭയങ്കരമായിട്ട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടാൻ വളരെയധികം സഹായിക്കുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ മെറ്റബോളിസം എൻഹാൻസ് ചെയ്യുക, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രാഥമികമായ ബേസൽ മെറ്റബോളിസം കൂടുമ്പോഴാണ് നമുക്ക് വണ്ണം കുറയുന്നത്. അപ്പോൾ അതിനെ കൂട്ടാനായി സഹായിക്കുന്നതാണ് ഈ പെപ്പർ, അതായത് കുരുമുളക്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എന്താണ്, മല്ലിയിലയും അതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസിൻ്റെയും കലവറയാണ്. വൈറ്റമിൻ C ഉണ്ട്, വൈറ്റമിൻ B ഉണ്ട്, വൈറ്റമിൻ A ഉണ്ട്. അപ്പോൾ അതുപോലെ നാരങ്ങാ നീരും എക്സ്ട്രാ ആയിട്ട് ചേർത്ത്, അത് വൈറ്റമിൻ Cയുടെ കലവറയാണ്. അതോടൊപ്പം തന്നെയാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ നമ്മുടെ ശരീരത്തിനേറെ സഹായിക്കുന്ന കരോട്ടിനോയിഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും യുണീക്കായിട്ടുള്ള കരിഞ്ജീരകം ഞാൻ നേരത്തെ പറയുന്നതാണ്, നിങ്ങൾക്കറിയാം. എപ്പോഴും കരിഞ്ജീരകത്തിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ വളരെയധികം പറയുന്നുണ്ട്. എൻ്റെ കരിഞ്ജീരക ചായ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ കരിഞ്ജീരക ചായ, കൊളസ്ട്രോൾ, അമിതവണ്ണം, പ്രമേഹം കുറയ്ക്കുന്ന ചായ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചായ കുടിച്ചാലോ എന്നുള്ള ക്യാപ്ഷനിൽ കിടപ്പില്ലേ. ആ ഒരു റെസിപ്പിയിൽ കരിഞ്ജീരകമാണ് താരം. ആ കരിഞ്ജീരകം നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതും പക്ഷേ കുറച്ചൊരു അതിൻ്റേതായിട്ടുള്ള ഒരു ബിറ്റർ ടേസ്റ്റ് ഉണ്ട് ഇതിന്. തീർച്ചയായും നാരങ്ങ തൊലി വേവിക്കുമ്പം ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിക്കുമ്പോൾ നല്ല കയ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ബേണിംഗ് റെസിപ്പിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്ത വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് ബാഡ് കൊളസ്ട്രോളിനെ കൊണ്ടുപോകുന്ന നല്ല കൊളസ്ട്രോളാണ്, മൊബിലൈസർ ഓഫ് ബാഡ് കൊളസ്ട്രോളാണ്. അപ്പോൾ അത് എല്ലാ ചേരുവകളിലും ഞാനത് ഏത് റെസിപ്പിയിലും ഇത് ഞാൻ ചേർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അത്രയ്ക്ക് ഇത് നമ്മുടെ ബോഡിക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ ബോഡിയിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്നില്ല, വി ഹാവ് ടു ടേക്ക് ഇറ്റ് ഫ്രം ഔട്ട് സൈഡ്. ഇതൊരു DHA എന്ന് പറയുക, മോണോസോഡിയം ലോറിക് ആസിഡ്, ഏറ്റവും ശരീരത്തിന് അത്യാവശ്യമായ നല്ല കോശങ്ങളുടെ ആവരണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ മൊബിലൈസേഷനും ഒക്കെ വളരെ അത്യാവശ്യമായ ഇൻഗ്രീഡിയൻ്റാണ്. അത് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഇത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏത് ആഹാരത്തിലും ഇത് ചേർത്ത് കഴിക്കണമെന്ന് ഞാൻ LK ഡയറ്റ് പ്ലാനിൽ പറയുന്നത്. അപ്പോൾ അതാണ് അവസാനം നമ്മൾ ചേർത്തത്. അപ്പോൾ ഇത്രയും എല്ലാം ചേരുവകൾ. പിന്നെ ഷുഗർ വലുതായിട്ടില്ലാത്തവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഇത്തിരി തേൻ ചേർത്ത് കുടിക്കാം.
അതിന് കുഴപ്പമില്ല. വേണമെങ്കിൽ ലേശം ഉപ്പും ചേർക്കാം, വിഷമിക്കണ്ട. വലിയ ബി പി ഉള്ളവർ മാത്രം. അങ്ങനെയാണെങ്കിൽ പിങ്ക് സോൾട്ട് ചേർത്താൽ മതി. ബി പി കൂടുതലുള്ളവർക്ക് കുറച്ച് പിങ്ക് സോൾട്ട് ചേർക്കാം. അതല്ലാത്ത ഷുഗറൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ലേശം ഹണി ചേർക്കാം. ഹണി ചേർക്കുന്നുണ്ട്, പക്ഷേ അല്ലാതുള്ള പഞ്ചസാര പാടില്ല. പിന്നെ സ്റ്റീവിയ പൗഡർ ചേർക്കാം മധുരത്തിന്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറക്റ്റായിട്ടൊരു മാസം ഇത് നോക്കുക. അതോടൊപ്പം എൻ്റെ LK ഡയറ്റ് പ്ലാനും ഫോളോ ചെയ്യണമെന്നുള്ള കാര്യം മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻസോടുകൂടി അത് ശ്രദ്ധിക്കണം. LK ഡയറ്റ് പ്ലാൻ ഉണ്ട്, എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ എൻ്റെ പുസ്തകത്തിൽ LK ഡയറ്റ് പ്ലാനിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെയധികം റെസിപ്പികളും അതുപോലെ തന്നെ ഒരു ഡയറ്റ് ചാർട്ടുമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ വീഡിയോസിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നില്ലേ LK ഡയറ്റ് പ്ലാൻ, ഈ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ലോ കലോറിഫിക് വാല്യൂ കാർബോഹൈഡ്രേറ്റിന് കൊടുത്തുകൊണ്ട് ഹൈ പ്രോട്ടീൻ, ഹൈ ഗുഡ് ഫാറ്റ് വിത്ത് ലോട്ട്സ് ഓഫ് പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ് ആൻഡ് ഫൈബർ ആൻഡ് എസെൻഷ്യൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ഇത്രയും കൂടെ ഉള്ള ഒരു നീഡ്ഫുൾ ഡയറ്റിംഗ് ആണ് ഞാൻ പറയുന്നത് എപ്പോഴും. അപ്പോൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലതാണ്. എല്ലാത്തരം അസുഖങ്ങളും മാറ്റാനായിട്ടത് വളരെയധികം സഹായിക്കും. അത് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, കയ്പുണ്ട്, അതിന് യാതൊരു മാറ്റവുമില്ല, ഞാനത് വ്യക്തമായിട്ട് പറയുന്നു. അതിനെ നിങ്ങൾക്ക് മറികടക്കാമെങ്കിൽ 100% സക്സസ് ഉറപ്പാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതോടൊപ്പം ഒഴിവാക്കേണ്ട സാധനത്തിൻ്റെ ലിസ്റ്റ് മറന്നു പോകരുതേ, കഴിക്കേണ്ടവയും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.